നമസ്കാരം, ഭാവന സൂട്ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വിഭവം നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണമായിട്ട് കാണുന്ന മുരിങ്ങയില വെച്ചിട്ടുള്ളൊരു വിഭവമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. എങ്ങനെ നമുക്കിത് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി പരിചയപ്പെടാം. ഒരു ടൊമാറ്റോയുടെ പ്യൂരി ആക്കി എടുത്തത്, ആവശ്യത്തിന് ഉപ്പ്, വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കടുകും ജീരകവും, 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. മുരിങ്ങയില 1/4 കപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത്. പൊട്ടറ്റോ ഉപ്പിട്ട് വേവിച്ചെടുത്താണ്. ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത്, ഉടഞ്ഞു പോകാതെ എടുത്തിട്ടുണ്ട്. ഒരു സവാള ചെറുതായിട്ട് നുറുക്കിയത്. പിന്നെ മസാലപ്പൊടികൾ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ പാന് നന്നായി ചൂടാക്കിയെടുക്കുക. ചൂടാക്കിയതിന് ശേഷം നമ്മൾ കുക്കിംഗ് ഓയിൽ, ഞാനിപ്പം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്ന്, കടുക്, ജീരകം ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആദ്യം ഉഴുന്നിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന്, ഒരുപാട് കളറ് പോകേണ്ട ആവശ്യമില്ല, ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൂത്തതിന് ശേഷം നമ്മുടെ കടുകും ജീരകവും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് പൊട്ടിച്ച് എടുക്കണം. മൂത്ത് വരട്ടെ, നന്നായി മൂത്ത് വരണം. അതിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി വരണം. ഇപ്പം നന്നായി പൊട്ടി മൂത്ത് വന്നിട്ടുണ്ട്. സവാള ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയ സവാള, ഇതൊരു ഇടത്തരം വലുപ്പമുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. വേഗം വഴണ്ട് വരാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ടിപ്പ് തന്നെയാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ സവാള മൂത്ത് കിട്ടും. അതിനായിട്ട് ആവശ്യത്തിന് സവാള മൂത്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായി വഴണ്ട് വരേണ്ട ആവശ്യമുണ്ട്. കാരണം സവാളയും ഈ പറഞ്ഞ പോലെ ജീരകവും കടുകും ഇതെല്ലാം കൂടിയിട്ട് നന്നായി മൂത്ത് കഴിയുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊരു കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് നേരം ആയിട്ടുണ്ട്. നോക്കൂ, നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, നല്ല പരുവത്തിന് സവാള നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് മതി. ഇനി നമ്മൾ മസാല ഇട്ടിട്ട് നമുക്കായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ വീണ്ടും സവാള ഒന്നും കൂടെ മൂത്ത് വരുമല്ലോ. എപ്പോഴും ചെറു തീയിലിട്ടിട്ട് വേണം മസാലപ്പൊടികൾ മൂപ്പിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോവും. ഇതിൻ്റെ കളറൊക്കെ നഷ്ടപ്പെടും, വേഗം കരിഞ്ഞു പോവും പൊടികൾ. അപ്പം മസാലപ്പൊടി ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഹീറ്റ് എപ്പോഴും കൺട്രോളിലായിരിക്കണം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചുകൊണ്ട് വേണം നമ്മളിത് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇത് അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയില പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മുടെ വീട്ടിൽ മുരിങ്ങയില ഉണ്ടാവും. കുഞ്ഞുങ്ങൾക്കൊന്നും മുരിങ്ങയില ഇഷ്ടപ്പെട്ടോളണം എന്നില്ല, അവർ കഴിക്കണം എന്നില്ല. അപ്പം എടുത്ത് കളയാറാണ് പതിവ്. കറിവേപ്പിലയൊക്കെ പോലെ മുരിങ്ങയില കാണുമ്പോൾ ഓരോന്ന് പെറുക്കി എടുത്ത് കളയും. അത് മാറ്റി ഇവർ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പിള്ളേരും ഇത് കഴിച്ചോളും. ഭയങ്കര ടേസ്റ്റുമായിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പം നമ്മുടെ ഈ മുരിങ്ങയില നന്നായിട്ട് ഈ മസാലയോടൊക്കെ മിക്സ് ചെയ്ത് എടുക്കുക. ഇതിനൊരുപാട് വേവൊന്നുമില്ല, കുറച്ച് നേരം വേവിച്ചെടുത്താൽ മതിയാവും. ജസ്റ്റ് ഒന്ന് മൂത്ത് വരിക. ഇലകളൊന്നും ഒരുപാട് വേവിക്കരുതെന്നാണല്ലോ പറയുന്നത്, അതിൻ്റെ ഗുണങ്ങളൊക്കെ പോകുന്നതാണ് പറയുന്നത്. അപ്പം ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കണ്ട, മസാലയൊക്കെ ആയിട്ടൊന്ന് മൂത്ത് വരുന്ന പരുവം അത്രേ ആവശ്യമുള്ളൂ. ഇപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചു കൊടുക്കാം. കുറച്ച് സമയം, 1-2 മിനിറ്റ് മതിയോ. ആവശ്യത്തിന് മൂപ്പായിട്ടുണ്ട്. നമുക്ക് വേണ്ട പരുവത്തിന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മസാല. അപ്പം ആവശ്യമുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ ഉപ്പ് നോക്കുക. ഞാൻ നോക്കി, കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നന്നായി മിക്സ് ചെയ്യുക. ഉടഞ്ഞു പോകരുത്, വളരെ പതുക്കെ സോഫ്റ്റായിട്ട് വേണം നമ്മളിത്
മിക്സ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇത് ഉടഞ്ഞു പോവും പൊട്ടറ്റോ. അപ്പോൾ ഒരു ഭാഗം കുഴഞ്ഞിരിക്കും, കറി പോലത്തെ പരിവാവും, പുഴുക്ക് പോലെ ആയി പോവും. അത് വേണ്ട, നമുക്ക് പതുക്കെ ഇളക്കിയെടുക്കണം, മിക്സ് ചെയ്തെടുക്കുക. എല്ലാ മസാലയും പൊട്ടറ്റോയുടെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിലേക്ക് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഓൾമോസ്റ്റ് ആയി വരികയാണ്. എല്ലാ ഭാഗത്തേക്കും മിക്സായി വന്നിട്ടുണ്ട്. പൊട്ടറ്റോയും മസാലയും എല്ലാം കൂടെ എല്ലാ ഭാഗത്തും പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ ടൊമാറ്റോ പ്യൂരിയും കൂടി ഇട്ടിട്ട്, ഒരു ചെറിയ തക്കാളിയുടെ ടൊമാറ്റോ പ്യൂരിയാണ് കേട്ടോ, അത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ലീവ്സും ടൊമാറ്റോ പ്യൂരിയും എല്ലാം കൂടെ ഒരു കോട്ടിങ് പരുവായിട്ട് പൊട്ടറ്റോയുടെ പുറത്ത് ഇരുന്നോളും. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ സൈഡ് ഡിഷായിട്ട് പോകുന്ന വിഭവമാണ് കേട്ടോ. കുഞ്ഞുങ്ങളല്ലാതെ തന്നെ വെറുതെ കൊടുത്താലും അവരിത് കഴിക്കാറുണ്ട്, എൻ്റെ പിള്ളേർ. അപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ പൊട്ടറ്റോ ഡ്രംസ്റ്റിക് ലീഫ്, പൊട്ടറ്റോ മുരിങ്ങയില റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് കാണുമ്പോൾ തന്നെയും ഭയങ്കര കൗതുകമായിരിക്കും, നമുക്കും കാണുമ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ. ഒരിക്കലും ഇത് മുരിങ്ങയിലയാണെന്ന് തോന്നില്ല, വേറെ വല്ല ലീവ്സ് ആണെന്നേ എല്ലാവരും കരുതുള്ളൂ. നോക്കൂ, നമ്മുടെ പൊട്ടറ്റോ ഡ്രംസ്റ്റിക് ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്യട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഭവനത്തിൽ മുരിങ്ങയിലുള്ളവരെല്ലാവരും ഇത് വെച്ച് നോക്കണം. വെച്ച് നോക്കിയിട്ട് കുഞ്ഞുങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് വിവരം പറയണം. അടുത്തൊരു നല്ല വിഭവമായിട്ട് ഇനിയും കാണുന്നത് വരേക്കും ബൈ.